ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ദൈവവചനം അതിനുള്ളിൽ വസിക്കുന്നത് ഈശോയുടെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാനിതിങ്ങനെ പറയാൻ കാരണം, വർഷങ്ങളായി എൻ്റെ ഒരു ചിന്തയായിരുന്നു, എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർക്ക് ഈ വാക്കുകളിലൂടെ മാറ്റങ്ങൾ വരുന്നത്? ഈ വാക്കുകൾ എങ്ങനെയാണ് മനുഷ്യരിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു വലിയ ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ നാളിങ്ങനെ ചിന്തിച്ച് നടന്നു. അപ്പോൾ ഈ പല രീതിയിൽ, ഇപ്പോൾ സയൻസ് ടെക്നോളജിയിലാണേലും നമുക്ക് ഇപ്പം ഒരു മൊബൈൽ ഫോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതിന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് കാരണവും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ വിദ്യകളും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അതിന് കൃത്യമായ ഒരു വിവരണമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഞാൻ വർഷങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് വാക്കുകൾ, മനുഷ്യൻ പറയുന്ന ശബ്ദം അല്ലെങ്കിൽ മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് ഒരു മറ്റൊരാളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ വാക്കുകൾക്ക് എങ്ങനെയാണ് ശക്തി കിട്ടുന്നത് എന്നൊക്കെ വളരെ ഗഹനമായിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നാൾ പോയപ്പോഴാണ് ഒരു ദിവസം ഈശോ ഒരു ദർശനം കാണിക്കുകയാണ്. ആ ഒരു കുപ്പി, ആ കുപ്പിക്കകത്ത് പാലിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ വേറൊരു കുപ്പി, അതിൻ്റെ അകത്ത് കുറച്ച് വിഷമിരിക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ പിന്നീട് അതിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരുന്നത്. അതായത് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരക്ഷരം എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ വാഹനമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശരീരമാണ് സത്യത്തിൽ അക്ഷരം അല്ലെങ്കിൽ ഒരു വാക്ക് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിനുള്ളിൽ മനുഷ്യൻ്റെ ആത്മാവ് കുടികൊള്ളുന്നു എന്ന് പറയുന്ന പോലെ ഒരക്ഷരത്തിനുള്ളിലും ഓരോ ആത്മാക്കൾ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ പല അക്ഷരങ്ങൾ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അതൊരു പുതിയ ആത്മാക്കളുടെ ഒരു കൂട്ടായ്മയാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു വാക്ക് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അരൂപികളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു വാക്ക്. അതായത് ഓരോ അക്ഷരത്തിനുള്ളിലും ഓരോ ആത്മാവ് വസിക്കുന്നു. ആ ആത്മാക്കൾ കൂടിച്ചേർന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ പലത് കൂടിച്ചേർന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ആത്മാക്കളുടെ കൂട്ടായ്മയാകുന്നു. അങ്ങനെയാണ് ഒരു വാക്ക് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതിന് കൃത്യമായ തെളിവുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ദൈവവചനത്തിനുള്ളിൽ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. പല വാക്കുകൾ ചേർന്ന് കഴിയുമ്പോൾ വിവിധങ്ങളായ ദൈവിക ശക്തികൾ പ്രവർത്തിക്കുന്നു. ഈ വിവിധങ്ങളായ ദൈവിക ശക്തികൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ നവവൃന്ദം മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ നവവൃന്ദം മാലാഖമാർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും, ഈ 9 മാലാഖമാരുടെയും ദൗത്യം 9 തരമാണ് എന്ന് പറഞ്ഞ പോലെ ഈ വാക്കുകളുടെയും വചനങ്ങളുടെയും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മീയ കൂട്ടായ്മയും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഈ ഒരു വചനം വായിക്കുമ്പോൾ ആ വായിക്കുന്ന മനുഷ്യനിലേക്ക് ഈ വചനം കടന്നു ചെല്ലുന്നു. അവൻ്റെ ഉള്ളിലേക്ക് ഈ ആത്മാക്കളുടെ വലിയൊരു കൂട്ടായ്മ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് മനുഷ്യർക്ക് മാനസാന്തരം സംഭവിക്കുന്നത്, ദൈവവചനത്തിലൂടെ മാനസാന്തരം സംഭവിക്കുന്നത്. ഇത് ദൈവവചനത്തിൻ്റെ, ബൈബിളിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ഈ ദൈവവചനത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ കാര്യമാണ് ഈശോ പറഞ്ഞത്. ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന് പറയുന്നു. അതായത് ദൈവവചനത്തിൻ്റെ ഉള്ളിലെ ആത്മാവ് എപ്പോഴും ജീവൻ നൽകുന്ന ആത്മാവാണ്. ജീവൻ മാത്രം നൽകുന്ന ആത്മാവാണ്. അത് നാശമോ മരണമോ നൽകുന്ന ആത്മാവല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ പ്രത്യേകം എടുത്തു പറഞ്ഞതിൻ്റെ കാരണം ഈ വചനം നമുക്ക് എന്നും ജീവൻ നൽകുന്ന വചനങ്ങളാണ്, വാക്കുകളാണ്. അതുപോലെ തന്നെ ലോകത്തിൽ വൈവിധ്യമാർന്ന ശക്തികളുള്ള ആത്മാക്കളുണ്ട്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾക്കുള്ളിൽ കുടികൊള്ളുന്നത് മരണത്തിൻ്റെ ആത്മാവാണ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനുള്ളിൽ കുടികൊള്ളുന്നത് ആസക്തികളുടെ ആത്മാവാണ്. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് അഹങ്കാരത്തിൻ്റെ ആത്മാവാണ്. ഇങ്ങനെ ലോകത്തിൽ മനുഷ്യർക്ക് എന്തെല്ലാം വികാര വിചാരങ്ങളുണ്ടോ അത്തരത്തിലുള്ള ആത്മാക്കൾ എല്ലാം ഈ ലോകത്തിലുള്ള വൈവിധ്യമാർന്ന പുസ്തകങ്ങളിൽ കുടികൊള്ളുന്നു. അതുകൊണ്ടാണ് പുരാതന കാലം തൊട്ടേ മനുഷ്യരെല്ലാവരും പരസ്പരം പറയുന്നത് നല്ല പുസ്തകങ്ങൾ മാത്രമേ വായിക്കാൻ പാടുള്ളൂ, മോശമായിട്ടുള്ള പുസ്തകങ്ങളൊന്നും വായിക്കരുത് എന്ന്. കാരണം ഈ മോശപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന, ആ പുസ്തകത്തിനുള്ളിൽ കുടികൊള്ളുന്ന, ആ വാക്കുകളിൽ കുടികൊള്ളുന്ന ആ മോശപ്പെട്ട ആത്മാവ് ആ വായിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവനെ ഒരു മോശപ്പെട്ട വ്യക്തിയാക്കുകയും ചെയ്യുന്നു. അവനെ നാശത്തിലേക്ക് നയിക്കുന്നു, അവനെ മരണത്തിലേക്ക് നയിക്കുന്നു. മറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ ആ വചനത്തിനുള്ളിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ആ മനുഷ്യനെ ദൈവപുത്രന് തുല്യനാക്കുന്നു, ദൈവപുത്രനാക്കുന്നു, അല്ലെ ദൈവമനുഷ്യനാക്കുന്നു. അവനെ ജീവനിലേക്കും നന്മയിലേക്കും നയിക്കുന്നു. അതാണ് ദൈവവചനവും മറ്റ് പുസ്തകങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ പുസ്തകം നമ്മൾ നിരന്തരം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവ് ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും നമ്മുടെ ബുദ്ധിയിലും വികാര വിചാരങ്ങളിലെല്ലാം വ്യാപരിക്കുകയും ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് വിവിധങ്ങളായ ആത്മാക്കളാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ഒരു ഉപകരണം മാത്രമാണ്. ആര് എന്ത് പ്രവർത്തിക്കുന്നോ, എന്ത് പ്രവർത്തിച്ചാലും ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പിന്നിൽ അതിന് കാരണക്കാരായ വൈവിധ്യമാർന്ന ആത്മാക്കൾ അഥവാ ശക്തികളുണ്ട്. അപ്പോൾ ദൈവവചനം വായിക്കുന്ന മനുഷ്യൻ തീർച്ചയായും അവനിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയായ പരിശുദ്ധാത്മാവാണ്. മറ്റൊരു ശക്തിയും അവനെ പ്രവേശിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കുകയില്ല. അതാണ് ഈ ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന്, അല്ലെങ്കിൽ ഈ ചിന്ത എന്നെ ഉള്ളിലേക്ക് വന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് എനിക്ക് പലപ്പോഴും സംശയങ്ങളുണ്ടായി. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച ഈ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയുന്ന ചില സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി.